എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വന്തം. UGC വെസ് ഓൾ യൂണിവേഴ്സിറ്റീസ് കേസ് 20/5/2025 ഇപ്പോൾ കോടതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ് ആ ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡേറ്റ് ഉറപ്പില്ല, ഡേറ്റ് പിന്നെയും ചേഞ്ച് ആകാം. നിലവിൽ ഒരു സർവകലാശാലകളും ഹാജരായിട്ടില്ല. ഇപ്പോൾ അണ്ണാമലയ്ക്കും ഇഗ്നോയ്ക്കും മാത്രമാണ് വക്കീലുള്ളത്. ബാക്കി ഭാരതിയാർ ഉൾപ്പെടെ 26 യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം എല്ലാവർക്കും വക്കീലായിട്ടില്ല. അവർ ഹാജരാവണം, എന്നാലേ ഹിയറിംഗ് എന്ന പ്രൊസീജിയർ നടക്കുകയുള്ളൂ. ഇനി നമ്മൾ കൊടുത്ത കേസിൻ്റെ കാര്യം പറയാം. അതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മദ്രാസ് ഹൈക്കോടതിയിൽ, അത് കഴിഞ്ഞ് സുപ്രീം കോർട്ടിലും SLP സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കേസ് വരുന്നത് 28/3/2025 കുറച്ചുകൂടെ നേരത്തെയാണ് പറഞ്ഞിട്ടുള്ളത് കേസ്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത്. UGCയുടെ കേസ് വരുന്നത് ഓർമ്മ വേണം, 20/5/2025 ഞങ്ങളുടെ കേസ് പറഞ്ഞത് 28/3/2025 28/3/2025 ഞങ്ങളുടെ കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിയറിങ് അതും ചിലപ്പോൾ നടക്കാം, നടക്കാതിരിക്കാം. അണ്ണാമല കേസ് സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. 28/3/25 കോടതിയുടെ പരിഗണനയിലാണ്. ഞങ്ങളാണ് കേരളത്തിൽ നിന്നും അണ്ണാമല സർവകലാശാലയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്, പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടാൻ വേണ്ടി. പൊതുവിധി കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ആദ്യം ഞങ്ങൾ മുമ്പോട്ട് ഇറങ്ങിയത്. പക്ഷേ ഫണ്ടിങ് ഇല്ലാത്തത് കാരണം, ആരും ഫണ്ട് തരാത്തത് കാരണം ഇപ്പോൾ ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷൻ ഓർഡർ എന്നതിൻ്റെയിലാണ് പോകുന്നത് കാര്യങ്ങളെല്ലാം. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസും മദ്രാസ് ഹൈക്കോടതി വിധി വന്നപ്പോഴും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം സുപ്രീം കോടതിയുടെ കാര്യങ്ങളും പുതിയ അപ്ഡേറ്റ്, UGC കൊടുത്ത കേസിലും ഞങ്ങൾ കൊടുത്ത കേസിലും എല്ലാ അപ്ഡേറ്റും ഞാനാണ് മുമ്പോട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ന്യൂസായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അണ്ണാമല വിദ്യാർത്ഥികളാരും ഫണ്ട് തരുന്നില്ല. ആ ഒരു വിഷയമുള്ളതുകൊണ്ടാണ് കേസ് നീണ്ടു പോകുന്നത്. ഞങ്ങളുടെ കേസ് നിലവിൽ എന്തായാലും ഞങ്ങളുടെ എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞു. ഞങ്ങൾ മദ്രാസ് ഹൈക്കോർട്ടിലെ 11 ഹർജിക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കേസ് നമ്പർ അടിച്ചു കൊടുത്താൽ, അവരെ പേരടിച്ചു കൊടുത്താൽ മദ്രാസ് ഹൈക്കോടതി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സുപ്രീം കോടതിയിൽ ഹർജിക്കാർ ആകാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ ഫയൽ ചെയ്ത കേസിൽ പോസിറ്റീവായിട്ട് ഇപ്പോൾ ഉള്ളത്, ഞങ്ങൾ കൊടുത്ത കേസിൽ UGC അഭിഭാഷകനായ അബൂർ കുറുപ്പ് സീനിയർ അഭിഭാഷകനാണ്. ആ അഡ്വക്കേറ്റ് ഹാജരായി. അതുപോലെ തന്നെ ആ അഡ്വക്കേറ്റിൻ്റെ ജൂനിയേഴ്സ് എല്ലാം ഞങ്ങളുടെ കേസിൽ ഹാജരായിട്ടുണ്ട്. 2023 അണ്ണാമല, ഭാരതിയാർ, പെരിയാർ, ഭാരതിദാസൻ, മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികൾ സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് പറയുകയുണ്ടായത്. ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും അവിടുത്തെ വിവരങ്ങളെല്ലാം എഡ്യൂക്കേഷൻ എൻകൗണ്ടർ ചാനലിലാണ് ആദ്യമായി പുറത്തുവിട്ടത്. അതിനുശേഷം UGC സെക്രട്ടറിയുമായിട്ട് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു. അണ്ണാമല സർവകലാശാല സംബന്ധിച്ച്, ഭാരതിയാർ സംബന്ധിച്ചും അതിനുശേഷം അതിൻ്റെ വീഡിയോയും ഡീറ്റെയിലും കാര്യങ്ങളും ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോൾ സുപ്രീം കോർട്ടിലുള്ള UGC കേസിൻ്റെ അപ്ഡേറ്റും എല്ലാവരും മുമ്പിൽ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഫയൽ ചെയ്ത, സുപ്രീം കോർട്ടിൽ ഫയൽ ചെയ്ത കേസിൻ്റെ അപ്ഡേറ്റും എത്തിക്കുന്നുണ്ട്. ഇന്ന് ന്യൂസിൽ വന്ന വാർത്ത കൂടെ ഞാൻ പറയാം. മാർച്ച് 23, 2025 വന്ന വാർത്തയാണ്. അതായത് വ്യാജ ബിരുദം വീണ്ടും മുന്നറിയിപ്പുമായി UGC. അതാണ് തലക്കെട്ടോടെ ന്യൂസിൽ വന്നിട്ടുള്ളത്. മെയിൻ പോയിൻ്റ് മാത്രം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ച് പറയാം. സംസ്ഥാന കേന്ദ്ര നിയമങ്ങൾ പ്രകാരം സ്ഥാപിതമായ സർവകലാശാലകളോ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ 1956 UGC നിയമപ്രകാരം ബിരുദം നൽകാൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുള്ളവയ്ക്കോ മാത്രമേ ബിരുദം നൽകാൻ അധികാരമുള്ള എന്ന് വെച്ചാൽ UGC അംഗീകാരമാണ് ഇമ്പോർട്ടൻ്റ്. ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇതിന് ഞാൻ പറയുന്നു. ജനുവരി 10, 2025 UGC ഒരു പബ്ലിക് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. എത്ര പേർക്കറിയാം? ഈ വീഡിയോ കാണുന്നവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറയാം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ നോട്ടീസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതെല്ലാവർക്കും വായിച്ച് നോക്കാം. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് മാത്രം പറഞ്ഞു തരാം. സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ പ്രോഗ്രാമുകൾ, ഓപ്പൺ ഡിസ്റ്റൻസ് മോഡിൽ മറ്റ് പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കറ്റുകൾ, ഡിപ്ലോമ പ്രോഗ്രാമുകൾ, ചട്ടം 2 പ്രോഗ്രാമുകളും ബാധകമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റെഗുലേറ്ററി അതോറിറ്റി കൗൺസിലിൻ്റെയും നിയമപരമായ അധികാരികൾ യഥാവിധി
അംഗീകരിക്കാത്ത വിദൂര വിദ്യാഭ്യാസ ഓൺലൈൻ പ്രോഗ്രാമുകൾ UGC അംഗീകാര ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചാൽ പ്രശ്നങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ് ഉത്തരവാദി എന്നും UGC ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമുകൾ ഓൺലൈൻ പ്രോഗ്രാമുകൾ UGC ചട്ടങ്ങൾ 2020 നിയമങ്ങൾ HEIക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ സംബന്ധിച്ചുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത്. HEIക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അതായത് UGC ചട്ടം ലംഘിച്ചു കഴിഞ്ഞാൽ ആരായാലും UGC മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നാണ് ഈ പബ്ലിക് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.